ഹലോ എവരി വൺ. സോ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ SHM നമ്മൾ കുറച്ച് വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന എന്നാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് SHM. സോ എന്താ SHM എന്ന് എല്ലാവർക്കും അറിയാലോ. വാട്ട് ഈസ് SHM? ഒരു ബോഡി അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് ടോ ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ഒരു പെൻഡുലം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പെൻഡുലം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇതുവരെ വന്നാൽ SHM കംപ്ലീറ്റ് ആയോ? ഇല്ല. SHM കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്നുള്ള ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ചിതുവരെ വന്ന് ബാക്കോട്ടേക്ക് പോയി തിരിച്ച് ഇവിടെ എത്തുമ്പോഴേ എന്ത് സംഭവിക്കുന്നുള്ളൂ? SHM കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബോഡി ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ എൻഡ് വരെ പോയി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഒരു SHM കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതാണ് ഇതിൻ്റെ എൻഡെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരത്രയാ? അത് ആംപ്ലിറ്റ്യൂഡാണ്, A ആണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരത്രയാ? ഈ ദൂരവും A ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് SHM എന്ന് ചോദിക്കുന്ന സമയത്ത് മെജോറിറ്റി ആളുകളും എന്ത് പറയാറുണ്ട്? 2A എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം പോകുന്നു A, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് A, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെയും A, തിരിച്ച് ഇങ്ങോട്ടേക്കും A. ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുക എത്രയായിരിക്കും? 4A ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി A പ്ലസ് A പ്ലസ് A തിരിച്ച് പ്ലസ് A. ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 4A ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 4A. അതായത് ഈ 4A ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണെന്ത്? അതിൻ്റെ ടൈം പീരീഡ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് T. ടൈം പീരീഡ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് T. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, SHM ഉണ്ടാവുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? സപ്പോസ് ദിസ് ബോഡി സ്റ്റാർട്ടിങ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ പോയി തിരിച്ചിതുവരെ വന്നു, ബാക്കോട്ടേക്ക് പോയി തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു SHM കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4A ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഒരു SHM കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4A ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. അത് വെച്ചുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താ? എ ബോഡി മേക്സ് SHM along Y axis with a time period 12 സെക്കൻഡ്. ടൈം ടേക്കൺ ടു മൂവ് ഫ്രം y is equal to 0 to y is equal to a എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ബോഡി അതിൻ്റെ മെയിൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എക്സ്ട്രീം വരെ പോയി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അനദർ ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അനദർ ചോദ്യമാണ് ഈ ഒരു എന്താ പറയുക SHMൻ്റെ കോൺസെപ്റ്റിലുള്ള അടുത്തൊരു ചോദ്യം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് എന്താ? ഇവിടെ നിന്ന് ഇതുവരെ A ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ടേക്ക് A ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് A ഡിസ്റ്റൻസ് ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ടേക്ക് A ഡിസ്റ്റൻസ് ഉണ്ട്. സോ 4A ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണെന്ത്? ക്യാപിറ്റൽ T. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു A ഡിസ്റ്റൻസിലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയം ചോദിച്ചാൽ ടോട്ടൽ ടൈമിൻ്റെ എത്ര ഭാഗമാണ്? 4 പീസായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ബാക്കോട്ടേക്ക്, തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് y is equal to 0യിൽ നിന്ന് y is equal to Aയിലേക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമിൻ്റെ 1/4 ആയിരിക്കും, T/4 ആയിരിക്കും. സോ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഒന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് 12 സെക്കൻഡാണ്. SHM കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം 12 സെക്കൻഡാണ്. y is equal to 0 എന്ന് y is equal to Aയിൽ എടുക്കുന്ന സമയത്തായിരിക്കും വരിക 12/4. ദാറ്റ് വിൽ ഗീവ് 3 സെക്കൻഡ്സ് എന്നുള്ളൊരു ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. ഇത് രണ്ട് കോൺസെപ്റ്റ് നമ്മൾ കയറിയിട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് 4A ആണ്. സോ മെയിൻ പൊസിഷനിൽ നിന്ന് ഈ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്താനെടുക്കുന്ന സമയം T/4 ആണ്. സോ അത് വെച്ചുള്ളൊരു ചോദ്യം. രണ്ടാമത്, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ അണ്ടർ ഗോയിങ് ഇൻ 1 ടൈം പീരീഡ്. ഒരു T ടൈം പീരീഡിൽ കവർ ചെയ്യുന്ന ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 4A. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അതുമായി ബന്ധപ്പെട്ട് ജെയിൽ വന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കൂ. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ with a time period 2 seconds and amplitude 1 centimeter. If capital D and small d are total distance and displacement covered by the particle in 12.5 seconds, then capital D divided by D is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇതാണ് മെയിൻ പൊസിഷൻ. പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. എൻ്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ടൈം പീരീഡ് 2 സെക്കൻഡാണെന്ന് പറയുന്നുണ്ട്. ഒരു SHM കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണെന്ന് പറയുന്നുണ്ട്. ചോദിച്ചിരിക്കുന്നത് എത്രയാ? 12.5 സെക്കൻഡ്സിൽ 12.5 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 12.5 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു SHM കംപ്ലീറ്റ് ആവാൻ 2 സെക്കൻഡ് എടുക്കും. 2 SHM കംപ്ലീറ്റ് ആവാനോ 4 സെക്കൻഡ്, 3 SHM 6, 4 8,
5 10. അപ്പോൾ 12.5 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് 12 സെക്കൻഡ് കൊണ്ട് എത്ര SHM കംപ്ലീറ്റ് ആവും? ഒരു 2 സെക്കൻഡ് കൊണ്ടാണ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യും? 6 ടൈംസ് അല്ലേ? അപ്പോൾ ഒരു SHM 6 ടൈംസ് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഡിസ്റ്റൻസ് 4a ആണ്. അപ്പോൾ 6 ടൈംസ് ആവുന്ന സമയത്തോ 6 × 4 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? SHM കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 24 മീറ്റർ എന്ന് വരും. ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 24 മീറ്റർ. കാരണം എയുടെ വാല്യൂ 1 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 24 മീറ്റർ അല്ല, 24 സെൻറ്റിമീറ്റർ. പക്ഷേ ഇവിടെ എന്ത് പറയുന്നുണ്ട്? 12 സെക്കൻഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, 12.5 സെക്കൻഡ് ആണ്. 12.5 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, T 2 സെക്കൻഡ് ആണെങ്കിൽ ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു T/4 ആണെങ്കിൽ 2/4 ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് 1/2 കിട്ടുക, അല്ലെങ്കിൽ 0.5 കിട്ടുക. സോ ഇവിടെ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ലോജിക്ക് എന്താ? അതായത് ഒരു SHM കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ്, 12 സെക്കൻഡ് കൊണ്ട് ഇത് 6 SHM കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള 0.5 സെക്കൻഡ് കൊണ്ട് അത് എവിടെ എത്തും മക്കളെ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യം എന്തായിരുന്നു? 0.5 സെക്കൻഡ് അല്ലെങ്കിൽ T/4 സമയം കൊണ്ട് എവിടെ എത്തുക? മീൻ പോർഷനിൽ നിന്ന് ഈ എക്സ്ട്രീം പോർഷനിലേക്ക്. സോ ഇവിടെ നിന്ന് ഇയാൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഈ എൻഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ ഡിസ്റ്റൻസ് എന്തായിട്ടുണ്ടാവും? +1 കൂടിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് 25 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ടുണ്ടാവും? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഇടാ? ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 1 സെൻറ്റിമീറ്റർ. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 25 ഡിവൈഡ് ബൈ 1. ആൻസർ വിൽ ബി 25. സോ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഈ ഒരു ബോഡിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഈ ഒരു എൻഡിലേക്ക് എടുക്കുന്നത് 2 സെക്കൻഡാണ് ടോട്ടൽ ടൈമിലിടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം ട്രാവൽ ചെയ്യാൻ 0.5 സെക്കൻഡ് വേണം. 12 സെക്കൻഡ് കൊണ്ട് ഇത് SHM കംപ്ലീറ്റ് ആയിരുന്നു. ഒരു SHMൽ 4a ആണ്. 12 SHMൽ എത്ര? 6 SHMൽ എത്ര ആയിരിക്കും? 6 × 4 ആയിരിക്കും. എൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് അത് 24 സെൻറ്റിമീറ്റർ എന്ന് വന്നിരിക്കുന്നത്. എന്നാൽ 12 സെക്കൻഡ് അല്ല, 12.5 സെക്കൻഡാണ്. അപ്പോൾ ഒരു അര സെക്കൻഡ് കൊണ്ട് അയാൾ ഇവിടെ എത്തും. അര സെക്കൻഡ് കൊണ്ട് അയാൾ ഇവിടെ നിന്ന് എക്സ്ട്രീമിലേക്ക് എത്തും. സോ എക്സ്ട്രീമിലേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 1 സെൻറ്റിമീറ്റർ കൂടും. ഡിസ്റ്റൻസ് ഒരു +a കൂടും. +a എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ. സോ 25 സെൻറ്റിമീറ്റർ വരും. സോ ആൻസർ വിൽ ബി 25 എന്ന് വരും. സോ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുള്ള വളരെ ബേസിക് ആയുള്ള ഈ ലെവൽ ചോദ്യങ്ങൾ ഓസിലേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ ഒന്നും കൂടി നിങ്ങൾ സ്ട്രോങ് ആക്കണം. ഇനിയും ഇതുപോലത്തെ കോൺസെപ്റ്റ് ഓറിയൻ്റുള്ള ചോദ്യങ്ങളും ഡിസ്കഷനും നമുക്ക് ഇനിയും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.